السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. من قرأ سورة الكهف ليلة الجمعة أو يوم الجمعة أعطي نورا من حيث يقرأها إلى مكة وغفر له إلى يوم الجمعة الأخرى. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നൊരു ഹദീസ് ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ടാക്കുന്നത് കണ്ട് ഒരാൾ ജുമാ നാളിലണ്ട് സൂറത്തുൽ കഹ്ഫ് ഓതിയെങ്കിൽ അവനുകു നല്ല പ്രകാശം നൽകപ്പെടുന്നത് അടുത്ത ജുമാം വരെ അവന്റെ ദോഷത്തെ പൊറുക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു അവന്റെ മേൽ 70,000 മലക്കുങ്ങ പ്രാർത്ഥിക്കിടാറ് അവനുകു രോഗത്തെ തൊട്ടു അവനുകു സൗഖ്യം കിട്ടു. അതുപോലെ കുഷ്ഠരോഗവും പാണ്ഡുരോഗവും ദജ്ജാലിന്റെ ഫിത്ന അതിരെ തൊട്ട് അവനുകു കാവൽ കിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നെങ്കിൽ ഒരു ഹദീസാണ്. ഇപ്പൊ യൗമുൽ ജുമുഅ ചൊല്ലത് വലിയ മഹത്വമുള്ള സയ്യിദുൽ അയ്യാം നാളുകളെ നേതാവാണ്. യൗമുൽ ജുമുഅത്തെ ഭാഗ്യമേ മുന്നിൽ ഞങ്ങൾ ക്ലാസ്സിൽ വിശദീകരിച്ചു. ആ ജുമുഅ ദിവസ വലിയ മഹത്വമായിട്ടാണ് മുസ്ലിമീങ്ങ കാണണായ. സുബ്ഹാനല്ലാഹ്, വലിയ മഹത്വത്തിൽ ಬೇಗ ಬೆಳ್ಳಿಯಾಸರಂಡು ಪಳ್ಳಿಗೆ പോയോണ്ടിന്നെങ്കിത്തൊരു പൂർവ്വ തലമാറു ഞങ്ങളെ മുന്നിൽ കഴിഞ്ഞു പോയിട്ട് അങ്ങ മുസാറഅത്തുൻ ഇലൽ ഖൈറാത്ത് ഖൈറുക കൂടുതൽ ഓടി വന്നോണ്ടിന്നെങ്കിത്ത വളരി വന്നോണ്ടിന്നെങ്കിത്ത മഹാന്മാരായിട്ടിന്നാർ. ഈമാന്റെ വിഷയത്തിൽ ഏറ്റവും മുന്തിയ സ്ഥാനത്തിൽ നിണ്ടെങ്കത്തെ ഒരു ഖൈറും പൊടാണ്ട് എല്ലാ ഖൈറും ആക്കു ശ്രമിച്ചോണ്ടിന്നെങ്കത്തെ ആൾമാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടിങ്കത്തെ ചെറിയടെ ജീവിതത്തിൽ അങ്ങ് പകർച്ചോണ്ടിന്നാർ. അങ്ങനത്തെ നല്ല ഒരു തലമാറു ഇവിടെ കഴിഞ്ഞുപോയിട്ട് ഇണ്ട്. സുബ്ഹാനല്ലാഹ്, ഭൗതികമായ ജീവിതത്തെ ഇടല് ആഖിറത്തുക വേനായിട്ട് സമ്പാദിക്കുക ഞങ്ങളെപ്പോലത്തെ ആൾമാർക്ക് ടൈം ഭയങ്കര കുറഞ്ഞോണ്ടുണ്ട്. അതുകൊണ്ട് പല സൽക്കർമ്മവും ഞങ്ങളെ തൊട്ട് പിന്നായോണ്ടുണ്ട്. നാളെ പോവാ, ബണ്ട വെള്ളിയാസത്തിൽ വേഗ പോവാ, അതും ആയില്ല പിന്നത്തെ വെള്ളിയാസത്തിൽ വേഗ പോവാ, ഖൈറാത്തിനെ പിന്തിക്കിടക്കത്തൊരവസ്ഥ ഞങ്ങളിലാണ് കണ്ടുവന്നുകൊണ്ടുള്ളത്. ഖുർആൻ ചൊല്ലു ഫസ്തബിക്കുൽ ഖൈറാത്ത്, ഖൈറുകളിൽ നിങ്ങൾ ഓടിപ്പോറുണ്ട്. വെള്ളിയാസറുണ്ട്, അതുപോലെ ബാലാസ വെള്ളിയാസ ഉഗുറെല്ലാം എടുത്തിട്ട് അവൻ്റെ ശരീരത്തിലുള്ള മുടി അതെല്ലാം നീക്കുക സുന്നത്തുണ്ട്. അപ്പൊ അതൊരു സുന്നത്തായ കർമാണ്. ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ബാലാസ രണ്ടേ ഉഗുറെടുത്തോണ്ടിന്ന് ഫഖീല ലഹു ഗദൻ യൗമുൽ ജുമുഅ, അയാളൊട്ടി ആരോ ചൊന്നാറ് നീ ഇന്റെ എന്ത് ഉഗുറെടുക്കണ, നാളെ വെള്ളിയാസല്ല നാളെ എടുക്കല്ലേ എന്ന്. ഫഖാല മഹാൻ ചൊന്തു അസുന്നത്തു ലാ തുഅഖർ, സുന്നത്തിനെ പിന്തിക്കപ്പെടില്ല. ഇതിൽ വലിയൊരു പാഠം നമുക്കുണ്ട്. ഏത് സൽക്കർമ്മവും അത് പിന്തിക്കുക തീര, പിന്തിച്ചെങ്കിൽ ചിലപ്പോൾ നാളെ നക്ക് ആക്കുക ആയില്ലെങ്കിലാ, നാളെ മരണപ്പെട്ടു പോയെങ്കിലാ ചൊല്ല പേടിയാണ് അയാളെ മനസ്സിന്ന്. അപ്പൊ സുന്നത്തിനെ എന്താക്കപ്പെടില്ല, പിന്തിക്കപ്പെടില്ല, പിന്തിക്കുക തീറ. അപ്പൊ ഇങ്ങനത്തെ ആൾമാർ മരണാൻ ചൊല്ലത് ചിലപ്പോ എപ്പോ വറൂന്ത് ചെല്ലകാവൂല്ലേ. അപ്പൊ അങ്ങനത്തെ നല്ലൊരു സൂക്ഷ്മതയാണ് മഹാന്മാരായ ആൾമാർക്കിന്ന. മാത്രമല്ല നമുക്ക് മുന്നിൽ കഴിഞ്ഞു പോയെങ്കിൽ അടുത്ത് കഴിഞ്ഞു പോയെങ്കിൽ തലമാറുക വരെ ഹൈറാത്തിലൊട്ടിಗೆ അത്ര നല്ല ഒരു ആവേശവും ഉന്മേഷവും അങ്കിന്ത്. ഈ അടുത്തൊരു സാമാന്യനായ ഒരു തുണിക്കച്ചവടക്കാരൻ്റെ ಬಗ್ಗೆ ഒരാൾ ചൊന്തു. വയസ്സായ ഒരാൾ തുണിക്കച്ചവടാണ് ആക്കിക്കൊണ്ടിന്ന്. അയാൾ ചൊല്ലു നടന്നിട്ടാണ് എന്താക്കുക പോണേ, തുണി കച്ചവടാക്കും ഇങ്ങനെ പോണ്ട്, നടന്ന് ഇത്രമോ ദൂരെ തലയിൽ പുറത്തിട്ട് നടന്നുകൊണ്ട് പോണ്ട്. അയാളും അയാളെ മോണും അങ്ങനെ ഒരു പക്ക അപ്പത്തെ കാലാണ് 2 തുണി അങ്ങ് വിത്താറ്. ഒന്ന് 1 റുപ്യത്, പിന്നൊന്ന് 50 പൈസത്തെ തുണിയാണ്. പക്ഷെ വിൽക്കുമ്പോ തപ്പിട്ട് 2 റുപ്യ എടുത്തോണ്ടാറ്, 2 റുപ്യയുടെ തുണിയും. അങ്ങനെ അതെല്ലാം വിത്തിട്ടയത്ത് ഇങ്ങനെ ഔത്തുകു തിരിച്ച് ഇങ്ങനെ നടന്ന് ബന്ത് ഔത്തര മുട്ട എത്തുമ്പോ എത്രമോ കിലോമീറ്റർ നടന്ന് എത്തുമ്പോ ഈ അബ്ബ മോണ്ടൊട്ടിക്ക് ചൊല്ല അല്ല ഞങ്ങളുടെ 1 റുപ്യയുടെ തുണിയും ചൊന്നിട്ട് 50 പൈസത്തെ തുണിക്ക് 1 റുപ്യ എടുത്തോണ്ടാ, അതുകൊണ്ട് തീരാത് ഞങ്ങൾ എന്താക്കാ അത് പിറക് കൊടുത്തിട്ട് പറവാണ്. അപ്പൊ മോൻ ചെന്ന് വേണ്ട ഞങ്ങൾ ബണ്ടവാറ പോണ്ടല്ലേ അതാവല്ലേ അതേ കെട്ടർ പുറത്തോണ്ട് പിറക് ഇത്രമാ കിലോമീറ്റർ നടന്നേട്ട്. കാരണം നാളെ മരിച്ചെങ്കിലാന്ന് ചൊന്നിട്ടാണ് അയാൾ ചൊന്ന്. അതേ സമയത്ത് ഇണ്ട് നങ്ങായിടെങ്കിൽ വിചാരിക്കത്ത ഇപ്പൊ കൊടുക്കണേ വേണ്ട, ഇത്ര നടന്നിട്ട് വന്നല്ലേ വേണ്ട വേറെ കൊടുക്കുക. കാരണം അങ്ങ് നാളെ മരിച്ചെങ്ക ഇന്റെ മരിച്ചെങ്കാൻ ചൊല്ലെങ്കത്ത വിഷയമാണ്. അയാൾ 90 വർഷം കഴിഞ്ഞിട്ടാണ് മരിച്ചത് ആ വയസ്സൊരാൾ. അതേ സമയത്ത് നമുക്ക് നാളെ മരിച്ചെങ്കിലാ അങ്ങനത്തെ ഒരു വിഷയം എന്തൊക്കെയില്ല, ബണ്ട വേറെ കൊടുക്കല്ലേ, 2 വർഷം കൊടുക്കല്ലേ, ഇങ്ങനെയാണ് ഞങ്ങൾ തസ്വീഫാക്കടെ പിന്തിക്കട്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയ അയാൾ ഒരു ഈമാൻ സാമാന്യനായ ഒരാളാണ്. പക്ഷേ അയാൾ ചൊന്ന സൂക്ഷ്മത എൻ്റെ ചൊല്ല 50 പൈസ 50 പൈസ നമുക്കല്ലത്ത കിട്ടിയത് ലാഭമല്ല. ഞങ്ങളെ സുബ്ഹാനല്ലാഹ് ഈമാൻ കുറഞ്ഞു പോയെങ്കിൽ പലപ്പോഴും
അങ്ങനെ ചെന്നു പോകും. 50 വയസ്സ് ₹100 ഇതിരാട്ടി വലിയ ലാഭം എന്തിനുണ്ടോ? നല്ല ലാഭമല്ലേ, ഭാരി നല്ല വിഷയം, ഭാരി നല്ല കച്ചവടാണ്ട് ചിലപ്പോൾ ചെന്നു പോകും. വാസ്തവത്തിൽ അതല്ല. മൂമിനായ ഒരാൾ, അള്ളാഹുടെ ഭയപ്പെട്ടിരിക്കത്ത ഒരാൾ അത് ചെല്ലല. ഈ ആളെ ജീവിതത്തിലാണ് നമുക്ക് വലിയ പാടുള്ളത്. അപ്പൊ ഏതായാലും മിക്കട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സുന്നത്ത് പിന്തിക്കോ തീരാണ്ടാണ് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു ചൊന്നുകൊണ്ടുള്ളത്. അങ്ങനെ ബല്യാസരെ വലിയ മഹത്വത്തിൽ കാണുന്നു. 2 നഖവും മുടിയും എല്ലാം എടുക്കണു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ടായ വേറൊരു ഹദീസിലുണ്ട്, ഒരാൾക്ക് ദാരിദ്ര്യം പറഞ്ഞു കുത്തീറ, കണ്ണ് കുരുടു, കാഴ്ചയില്ലായ്മ പറഞ്ഞു കുത്തീറ, പാണ്ഡുരോഗം പറഞ്ഞു കുത്തീറ, പിരാന്ത് പറഞ്ഞു കുത്തീറാണ്ടായെങ്കിൽ ബാലാസരണ്ട് അസറിൽ പിന്നെ അവൻ നഖ എടുക്കട്ട് ചൊന്നിട്ട് ഒരു ഹദീസ് കാണും. അപ്പോ ബാലാസ വല്യാസയാണ് എന്താക്കണായ പിന്നെ നഖവും അതുപോലെ തടിയിലുള്ള വേസ്റ്റ് രോമം നീക്കണായ. അതുപോലെ നല്ല വസ്ത്രം ധരിക്കണേ വല്യാസരണ്ട്, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണേ, ഏറ്റവും നല്ല മണം അത്തർ പൂശരെ. അങ്ങനെ പൂശിച്ചാണ് എവിടേക്ക് വേണ്ടേ, ജുമാഅത്തുക്ക് വേണ്ടേ, തെല്ല് വേഗ വേണ്ടേ. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലേക്കാണ്ട് ഇന്നൽ ജംഅ, പിന്നെ ഇതെല്ലാം ഒരാൾ ഒരുമിച്ച് കൂട്ടി, അഥവാ പിന്നെ ഇന്നൽ ജംഅ ബൈനൽ ഗുസ്ലി, വെള്ളിയാസരണ്ട് കുളിച്ച, നല്ല വസ്ത്രം ധരിച്ച, വത്തതയ്യുബി സെന്റിട്ട, ജുമാഅത്ത് അവിടെ വന്നിട്ട് മുണ്ടാണ്ട് ശ്രദ്ധിച്ച് കേട്ട, ആൾമാരെ പെരടി ഇങ്ങനെ ചവിട്ടിയോണ്ട് ഒട്ടാര പോണ്ടല്ല, ജാഗ്രതയാക്കി പോയെങ്കിൽ യുകഫിറു മാ ബൈനൽ ജുമാഅത്തൈനി, 2 ജുമാഅത്ത് ഇടയിലുള്ളത് അവനുക്ക് പൊറുക്കപ്പെടുന്നത്, അതിനിടയിൽ തപ്പ് വന്നെങ്കിൽ പൊറുക്കപ്പെടുന്നുണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നുകൊണ്ടുള്ളത്. അപ്പോൾ ഓരോ കാര്യവും ശ്രദ്ധിച്ചെങ്കിൽ അത്ര വലിയ പ്രതിഫലം കിട്ടുന്നുണ്ടാണ്. അപ്പൊ എല്ലാത്തിലും വലിയ ശ്രദ്ധ വേണം. പിന്നെ ഇമാം ഷാഫി റഹിമഹുല്ല ചൻസ് ഒരാളെ വസ്ത്രം ശുദ്ധിയായിട്ടുണ്ടായെങ്കിൽ അവൻ്റെ ടെൻഷൻ കുറടി അവിടെ ഉണ്ടാവും. ടെൻഷൻ കുറടി ആവുള്ള ഒരു മാർഗമാണ് നല്ല വസ്ത്രം എപ്പോഴും ക്ലീൻ ആയിട്ട് വേണം. ഒട്ടാറെ ഇക്കൊത്തിര നല്ല ക്ലിയറായ വസ്ത്രം, നല്ല ഇസ്ത്രീയെല്ലാം ഇട്ട് നല്ല ക്ലിയറായ ശുദ്ധമായ വസ്ത്രം, ടെൻഷൻ കുറടിയാവും. ഒരാളെ മണം നന്നായിട്ടുണ്ടായെങ്കിൽ അവൻ്റെ ബുദ്ധി കൂടുതലുണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹിമഹുല്ല നമുക്ക് വഴിപാട്ടി തന്നുകൊണ്ടുള്ളത്. അപ്പൊ വെള്ളിയാസറുണ്ട്, ഇതെല്ലാം ആക്കണു. അതെല്ലാം വലിയ സുന്നത്തുള്ളങ്കത്തെ വിഷയമാണ്. സൂറത്തുൽ കഹ്ഫ് ഓതണു, ജാവുക് പാതി ഓതരെ, സുബൈക്ക് പാതി ഓതരെ ഓതിയെങ്കിൽ തൊന്തരയില്ല. അവനുകും സ്പെഷ്യലായ കൂലി കിട്ടല. ഇമാം റംലി റഹിമഹുല്ലാറൊട്ടിയെ സുയില ഷംസുർ റംലി ഒരു ചോദ്യം വന്നപ്പോൾ അയാൾ സ്വന്തം അസുൽ സവാബ് കിട്ടും, കൂലി കിട്ടും, അതേ സമയത്ത് സമ്പൂർണമായ കൂലി കിട്ടാലേ. അതുപോലെ സൂറത്തുൽ കഹ്ഫ് ഓതകൂ, സുബഹിൽ പിന്നെയാണ് ഓതകൂ നല്ല ടൈമും, പകലും ഓതാം ഖൈർ ഉളരിക്കൂവേനായിട്ട്. അതുപോലെ സൂറത്തുൽ കഹ്ഫ് ഉണ്ട് ധാരാളം ഓതണു. അതുപോലെ ചെമ്മ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ ചെല്ലണു. മൻഖറ സൂറത്ത് ആല ഇമ്രാൻ സൂറത്ത് ഒരാൾ ജുമാ നാളിൽ ഓതിയെങ്കിൽ അവൻ്റെ മേൽ ജാവു വരെ മലക്കുങ്ങ ഇസ്തിഗ്ഫാർ ചെല്ലാറ്, സ്വലാത്ത് ചെല്ലാറ്. ജുമാ നാലിൽ 2 ഹൂദ് സൂറത്ത് ഓതറുണ്ട് ഒരു റിപ്പോർട്ടിൽ കാണ്ട്. ഹാമീം ദുഖാൻ ചൊല്ല സൂറത്ത് ജുമാ നാലില അല്ലെങ്കിൽ ജുമാലത്തെ ജാവുക ഓതിയെങ്കിൽ ബനല്ലാഹു ലഹു ബൈത്തം ഫിൽ ജന്ന, സ്വർഗത്തിൽ നല്ലൊരു ബിൽഡിംഗ് അള്ളാഹു അവന് ഉണ്ടാക്കി കൊടുക്കടാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നെങ്കിൽ ഒരു ഹദീസ് കാണ്ട്. അതുപോലെ നബി തങ്ങളെ മേൽ ചെമ്മ സ്വലാത്ത് ചൊല്ല്. ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമാ, നിങ്ങളെ ഏറ്റവും നല്ല നാളാണ് ജുമാ നാൾ, അതുകൊണ്ട് ഫാക്സിറു അലയ്യ മിന സ്വലാത്തി ബി, അതിൽ ചെമ്മ സ്വലാത്ത് നിങ്ങൾ ചൊല്ലറൂ. നബി തങ്ങൾ ചെന്നറു നിങ്ങളെ സ്വലാത്ത് നക്ക് കാണ്ട് ലോകത്ത് ഏത് മൂലയിൽ ആറ് എപ്പ എങ്ങനെ സലാം ചൊന്നെങ്കും നക്കത് മടക്കുക അവിടെ ഉണ്ടല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നരെ കുലി അമലു ഫസയറല്ലാഹു അമലക്കും റസൂലുഹു, നിങ്ങൾ അമൽ ആക്കറു, നിങ്ങൾ അമൽ പ്രവർത്തനം അള്ളാഹും കാണ്ട് റസൂലും കാണ്ട് ഒന്നുക്ക് 10 ഇരട്ടി പ്രതിഫല. അത് ജുമാ നാളിൽ ജുമാ പോൽ ജാവുകാവുമ്പോൾ അതൊക്കെ വലിയ പ്രതിഫലമാണ്. പിന്നെ ജുമാ നാളിൽ ഒരാൾ 80 വട്ട സ്വലാത്ത് ചൊന്നെങ്കിൽ 80 വർഷത്തെ ദിവസം പൊറുക്കൊണ്ടുവരെ ഹദീസിൽ ചില ഹദീസിൽ കാണ്ട്. എങ്ങനെ സ്വലാത്ത് ചൊല്ലണമെന്ന് കേട്ടപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ നബിയിക വ റസൂലിക നബിയിൽ ഉമ്മീൻ ഒരു വാക്യ നബി തങ്ങൾ സ്വലാത്തിൽ ചൊന്നു കൊടുക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വലാത്ത് ചൊല്ലി. അതുപോലെ ദ്വാരക്കട ജുമാ നാലിൽ 2 ഉത്തരം കിട്ടണമെങ്കിൽ ടൈം ഉണ്ടുണ്ടാണ്. ആ ടൈം ഏതിൻ്റെ വഴിപാട്ടി തന്നിട്ടില്ല. അതിലേറ്റവും പ്രതീക്ഷയുള്ള ടൈം ഖത്തീബ് മിമ്പറിൽ വെച്ചത് മുതൽ നിസ്കാരത്തെ ലാസ്റ്റ് വരെ. അപ്പൊ ഇതിനിടക്ക് ദ്വാരത്തിൽ ഇങ്ങനെ മുടങ്ങ്, ദ്വാരക്കടയിൽ നിന്ന് ഖുതുബ തീരെ കേൾക്കാണ്ട് ദ്വാരക്കടേണ്ടല്ല, മനസ്സുകൊണ്ടും ഇങ്ങനെ കേൾക്കുക അള്ളാഹുടൊട്ടിയെ. അപ്പോൾ ഉത്തരം കിട്ടണമെങ്കിൽ ഒരു ടൈമുണ്ടു, അതിനെ പാഴാക്കുക തീരാണ്ടാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാമിങ്ങ നമുക്ക് പരിപാട്ടി തന്നോണ്ടുള്ളേ. അപ്പം അതുകൊണ്ട് അത് വലിയ ശ്രദ്ധിക്കൊണ്ടുണ്ടാണ്. പിന്നെ ജുമാഅത്തണ്ട് വേഗ പോയെങ്കിൽ 6 കൂലി മഹാന്മാർ വിശദീകരിച്ചാർ. നബി തങ്ങൾ ഒരു ഹദീസിൽ കണ്ട് വേഗ പോയാൽ 1 അറുത്ത് കൊടുത്തെങ്കിത്തെ പ്രതിഫല, അതിൽ പിന്നെ 5 പശു അറുത്ത് കൊടുത്തെങ്കിത്തെ പ്രതിഫല. ഇങ്ങനെ 6 ടൈമായിട്ട് വിഭജനാക്കിയത്. അതായത് നേരെ 1 കിട്ടുക അല്ലെങ്കിൽ നേരെ പശു കിട്ടുന്നുണ്ടല്ലോ, അത് അറുത്ത് കൊടുത്ത പ്രതിഫലം കിട്ടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വഴിപാട്ടി തന്നുകൊണ്ടുണ്ട്. അപ്പോൾ അതുപോലെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ എന്താക്കണോ
സലാത്ത് ജുമാ കഴിഞ്ഞാൽ പിന്നെ സുബ്ഹാനല്ലാഹിൽ അലീമി ബിഹംദിഹി 100 വട്ടം ചൊന്നെങ്കിൽ അള്ളാഹു അവനക്ക് ദോഷം പുറത്തോട് കൂടാ, അവൻ്റെ അബ്ബവും മകും പുറത്തോട് കൂടാ. ഒരു ഹദീസിലെല്ലാം കണ്ട് കുറേ ഇങ്ങനത്തെ സൽക്കർമ്മ മഹാന്മാർ നമുക്ക് പഠിപ്പായിട്ടില്ല. ഇമാം അബ്ദുൽ വഹാബ് ഷാറാനി റഹിമഹുല്ലാ ചൊല്ലു, ഒരാൾ ജുമാ നാളിലുണ്ട് ഈ രണ്ട് ബൈത്ത് ഞങ്ങൾ സാധാരണ ചൊല്ലെങ്കിൽ ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഗ്ല വലാ അഖ്വ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബത്തൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അലീമി ചൊല്ല് ഈ ദുആ ബൈത്ത് 5 വട്ടം ചെന്നെങ്കിൽ അയാൾ മുസ്ലിമായിട്ട് മരിക്കട് ചൊന്നിട്ടു. ഒരു പിന്നെ അബ്ദുൽ വഹാബ് ഷാറാനി റഹിമഹുല്ല പഠിപ്പാട്ട്. അതുപോലെ വെല്യാസറുണ്ട്, പാവത്താൽമാർക്ക് ഭക്ഷിപ്പിക്കടെ, വന്നിട്ട് ഒരാളെയും ബുദ്ധിമുട്ടാക്കാണ്ടിക്കടെ. ഇതെല്ലാം പിന്നെ നരകത്തിൽ നിന്ന് മോചനം കിട്ടുകയും അള്ളാഹുടെ റഹ്മത്ത് കിട്ടുകയും കാരണമാണ്. അണ്ട് സ്വതക്കാക്കടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങാണ് നിങ്ങൾക്ക് പഠിപ്പാട്ടിയുണ്ടുള്ളത്. അതുപോലെ സൂറത്തുൽ കഹ്ഫ് ഓതണു നേരത്തെ പഠിപ്പാട്ടിച്ച്. അതുപോലെ ആയത്തുൽ കുർസി, ഇതെല്ലാം നല്ല നല്ല ഏറ്റവും മഹത്വമുള്ള ആയത്തുകളാണ്. ആയത്തുൽ കുർസി ഓതരെ, അതുപോലെ പിന്നെ സൂറത്തുൽ ബഖറത്തെ ലാസ്റ്റ് ആമന റസൂൽ ഓതരെ, അൽ കാഫിറൂൻ സൂറത്ത് ഓതരെ, ലൗ അൻസൽനാ അദൽ ഖുർആൻ ചൊല്ല സൂറത്ത് ഓതരെ, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ സൂറത്തുൽ മുഅ്മിനൂന്റെ ലാസ്റ്റത്തെ ആയത്ത് ഓതരെ, സുബൈക്കും അസറും അതുപോലെ സുബൈക്കും അസറുള്ള ദിക്ർ ചൊല്ലെ. എല്ലാ നാളിലും അലിഫ് ലാം മീം സജദ, യാസീൻ സൂറത്ത്, ദുഖാൻ സൂറത്ത്, വാഖിയ സൂറത്ത്, തബാറക സൂറത്ത്, സൽസല സൂറത്ത്, തകാസുർ സൂറത്ത്, ഇഖ്ലാസ് സൂറത്ത്, പിന്നെ 100 മറ 200 വട്ടം ഓതാ. ഇമാം ഫതുഹുൽ മുഈൻ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് വിശദീകരിച്ചുകൊണ്ടുണ്ട്. അത് ഓരോ ടൈമിലും ഓതണ എനിക്കത്തെ ആയത്തുകളുണ്ട്. ദുൽഹിജ്ജത്ത് ആദ്യത്തെ 10 അൽ ഫജ്ർ വലയാൽ സൂറത്ത് ഓതരെ, യാസീൻ സൂറത്ത്, റഅദ് സൂറത്ത്, മരണമാസന്നമായ ആൾമാരെ മുട്ട ഓതരെ, ഇഖ്റഉ അലാ മൗതാക്കും യാസീൻ, മരണപ്പെട്ടു പോയ ആൾമാർ, മരണാസന്നമായ ആൾമാരെ മേൽ യാസീൻ സൂറത്ത് നീ ഓതറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയുണ്ടുണ്ട്. അപ്പോൾ ഏത് ബുദ്ധിയുള്ള ഒരാൾക്കും നബിത്തങ്ങളെ തൊട്ട് വന്നെങ്കത്തെ എല്ലാ ദിക്റും അതിങ്ങനെ സമയ സന്ദർഭം അനുസരിച്ച് ചൊന്നോണ്ടിക്കടെ. അൽ മസ്ലക്കുൽ ഖരീബ് ലിക്കുല്ലി സാലിക്കിൻ മുനീബ് ചൊല്ലെങ്കത്തെ എല്ലാ അദ്കാറും ജമ്മാക്കിയെങ്കത്തെ നല്ലൊരു കിതാബ് മഹാന്മാർ ഓതിയോണ്ടിന്നെങ്കത്തെ കിതാബ് ബഹുമാനപ്പെട്ട ഹബീബ് താഹിർ ബിൻ ഹുസൈൻ ബിൻ താഹിർ ബഅലവി റഹിമഹുല്ലാഹ് രചിച്ചെങ്കത്തെ കിതാബിൽ ധാരാളം മഹത്വമുള്ളെങ്കത്തെ ദിക്ർ അതിൽ മഹാന്മാർ ഒരുമിച്ച് കൂട്ടിയത്. അത് സൗകര്യമെങ്കിൽ ഏതൊരാൾക്കും ഓതിയോണ്ടിക്കാണ്ട് മഹാന്മാർ പഠിപ്പാട്ടത്. അപ്പോൾ മൊത്തത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം നല്ല ദിക്ർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും നല്ല പിന്നെ എന്തായതാവണു ഭംഗിയായതാവണു. അതിലും ഏറ്റവും കൂടുതൽ വെല്യാസറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന പോലെ ലാ യസാലു ലിസാനുക്കൽ റത്ബൻ മിൻ ദിക്രില്ലാഹ്, നിന്റെ നാവ് അള്ളാഹുടെ ദിക്ർ കൊണ്ട് പച്ചാവട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പായിട്ട്. അപ്പോൾ വാറത്തെ ഷുഗലെല്ലാം തെല്ല് മാറ്റി വെച്ചിട്ട് വെല്യാസറുണ്ട് ഒരു ഇബാദത്തുക്കും സ്വലാത്തുക്കും ഞങ്ങളെ കൊണ്ട് ഒരല്പസമയെങ്കിലും നീക്കി വെക്കുക ഇത്തുണ്ടായെങ്കിൽ അൽഹംദുലില്ലാഹ് അതേറ്റവും നല്ല ഒരു സൗഭാഗ്യവും ലാഭവുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ചൊല്ലുന്ന ഞങ്ങൾക്കും കേൾക്കുന്ന എല്ലാ ആൾമാർക്കും അള്ളാഹു ആ വലിയ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ആഖിറത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്തിൽ കൂട്ടിയിട്ട് നബി തങ്ങളൊട്ടിക സ്വർഗത്തിൽ കൂടുക അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.